സ്വതന്ത്ര ഇന്ത്യ തുടങ്ങിയത് നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളുടെ അടിത്തറയിലാണ്. പിന്നീട് പലപ്പോഴായി ഈ നയങ്ങളുടെ കണിശത കുറഞ്ഞുവന്നെങ്കിലും ഇന്ത്യൻ വിപണി ആഗോളവൽക്കരണ നയങ്ങൾക്ക് അനുയോജ്യമാം വിധം ഉദാരമാക്കിയത് 1991-ലാണ്. അന്ന് നരസിംഹറാവു പ്രധാനമന്ത്രി, മൻമോഹൻ സിംഗ് ധനമന്ത്രി. ലൈസൻസ് നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് നിക്ഷേപ സാധ്യതകൾ തുറന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കുത്തക ഇല്ലാതാക്കി ഇന്ത്യൻ വിപണിയുടെ ഇരുമ്പുകോട്ടകൾ അവർ തുറന്നുകൊടുത്തു. എതിർത്തും അനുകൂലിച്ചും വാദങ്ങളുണ്ടായി. അതെന്തായാലും പിന്നീടങ്ങോട്ട് ഉദാരവൽക്കരണത്തിന്റെ ചിറകിലേറിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ മുന്നോട്ടുപോയത്. എന്നാൽ 2004-ൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തും വരെ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ നയരൂപീകരണത്തിന്റെ ചുക്കാൻ പിടിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. അത് നടന്നപ്പോൾ ലിബറലൈസേഷന്റെ പുതിയ തലങ്ങൾ ഇനി വരുമെന്ന് കരുതി. നവസാമ്പത്തിക നയങ്ങളുടെ കെട്ടുറപ്പുണ്ടാകുകയും ചെയ്തു. എന്നാൽ മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭ അതിലേറെ സംഭവ ബഹുലമായിരുന്നു. ആണവ കരാറും മൂല്യവർദ്ധിത നികുതിയും സെൻസസുമടക്കം എണ്ണം പറഞ്ഞ നയതീരുമാനങ്ങൾ. ഇതൊക്കെ ഒരു വശത്തുകൂടി പോകുമ്പോഴും നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ ആഴം വിടാത്ത ചില ചുവടുകളും മൻമോഹൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ പദ്ധതി. സോഷ്യലിസമായാലും ഉദാരവൽക്കരണമായാലും സാമ്പത്തിക അടിത്തറ ഉറപ്പാക്കിയുള്ള ദീർഘവീക്ഷണമുള്ള നയങ്ങളാണ് ധിഷണാശാലിയായ ആ ഭരണാധികാരിയിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.